അപ്പോൾ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും തുറന്ന് പറയണം എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത്രേ മനുഷ്യൻ എനിക്ക് ഭ്രാന്താണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ ഔട്ട് സ്പോക്കണാണ്, ഞാൻ എനിക്ക് ഭ്രാന്താണ്, തലക്ക് വിളയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി പരിശ്രമിക്കുകയാണ്. പക്ഷെ അത് തിരിച്ചറിയും. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇതിൽ ഈ വീഡിയോ കാണുന്ന യുവതലമുറയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താ? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ധൈര്യം എങ്ങനെ വന്നു? അല്ല, അത് എന്താ പറയുക, നമുക്ക് ഉണ്ടാവേണ്ടതാണ്. നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മളെ പിതാക്കന്മാർ നിർവഹിച്ച് പോകുന്ന ഒരു രീതി അതാണ്. സത്യത്തോടൊപ്പം നിൽക്കുക, ആൾക്കൂട്ടം കണ്ട് അനീതിക്ക് നീ വിധേയനാകരുത് എന്ന കൃത്യമായ നിർദ്ദേശം നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന ദീനിലുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ആ ഒരു സംഭവം ചെയ്തത് കൊണ്ടാണ് ഇത്രയധികം ആളുകൾ ക്രൂശിക്കപ്പെടുന്നത്. നാട്ടുകാർക്ക് വേണ്ടിയിട്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് ക്രൂശിക്കപ്പെട്ടു അല്ലേ? അല്ല, ക്രൂശിക്കപ്പെട്ടെന്ന് എനിക്കെപ്പോഴും തോന്നുന്നില്ല. സത്യം വിളിച്ച് പറയുന്നവരുടെയൊക്കെ ആ അനുഭവം, ഇപ്പോൾ ഏത് നമ്മളെ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാലും, മഹാത്മാഗാന്ധിയുടെ ചരിത്രം എടുത്തു നോക്കിയാലും, അങ്ങനെ പോയിട്ട് ആരുടെ പഴയ കാലത്ത് സത്യത്തിന് വേണ്ടി പോരാടുന്നവരൊക്കെ മഹാത്മാഗാന്ധി അവസാനം കൊല ചെയ്യപ്പെടുകയാണ്. അത് സ്വാഭാവികമാണ്. അങ്ങനെ കുറേ ആളുകളെ ദൈവം സൃഷ്ടിക്കപ്പെടും. അത് ഞാൻ മഹാത്മാഗാന്ധിയാണെന്നോ അല്ലെങ്കിൽ പ്രവാചകനാണെന്നോ ആണ് പറയുന്നത്. ഞാൻ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഈ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരത്തിൽ കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടതെന്ന് എൻ്റെ ഒരു ബോധ്യവും വിശ്വാസവും, അത്രയേ ഉള്ളൂ. അപ്പോൾ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും തുറന്ന് പറയണം എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ. ജനങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഈ പുതിയ തലമുറയൊക്കെ വഴി തെറ്റിക്കൊണ്ടിരിക്കും. ജനിച്ച് വീഴുന്നത് തന്നെ പണമുണ്ടാക്കണമെന്ന ആഗ്രഹത്തിലാണ്. പണമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നിലവാരം നിശ്ചയിക്കുന്നതെന്ന അവസ്ഥയിലേക്ക് രാജ്യവും ലോകങ്ങളൊക്കെ പോയി കഴിഞ്ഞു. നമ്മൾ കുട്ടികളടക്കം ഒരു എന്താ പറയുക, സാധാരണക്കാരനായപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഫോൺ കിട്ടിയാൽ പിന്നെ അവനതിനും വില കൂടിയത് കിട്ടണം, അപ്പോൾ അടുത്തത് കിട്ടണം. ഈ ഫോണിലൊക്കെ അവനവൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരു ചിന്താഗതി ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ എന്താ പറയുക, പണമുണ്ടാക്കുന്നവരുടെ പിന്നാലെ പോകുന്നൊരു സമൂഹമായി നമ്മുടെ സമൂഹം മാറാൻ പോകുന്നു. അത് വലിയ അപകടകരമായ അവസ്ഥ ഉണ്ടാക്കും. ഭരണാധികാരികൾക്ക് അത് എളുപ്പമാകും, അവരുടെ ടാർഗറ്റുകൾ ഫില്ല് ചെയ്യാനും അധികാരം നിലനിർത്താനും. അപ്പം നമ്മൾക്ക് കഴിയുന്നത് എന്താണ്? അതിനെ എതിർക്കുക, അതിലൊരു മാതൃകയാകുക. ചെറുപ്പക്കാർ ഒന്ന് ചിന്തിക്കട്ടെ, എന്താണ് ഈ മനുഷ്യൻ എനിക്ക് ഭ്രാന്താണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ ഔട്ട് സ്പോക്കണാണ്, ഞാൻ എനിക്ക് ഭ്രാന്താണ്, തലക്ക് വിളയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി പരിശ്രമിക്കുകയാണ്. പക്ഷെ അത് തിരിച്ചറിയും. എല്ലാവർക്കും അത്യാവശ്യം ചിന്താശേഷി ഉണ്ടല്ലോ. ആ ചിന്താശേഷിയെ നശിപ്പിക്കാനാണ് ഇവിടെ ഈ ലഹരി മുഴുവൻ കച്ചവടം നടക്കുന്നത്. ചിന്തിക്കാനുള്ള ശേഷി പോകും. നമ്മൾ 24 മണിക്കൂർ ലഹരി അടിച്ച് മ്യൂസിക്കിൻ്റെ പിന്നാലെയും ഇതിൻ്റെ പിന്നാലെയും നടക്കുന്നുണ്ട്. അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഗവൺമെൻറ് അത് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൽ മദ്യം വിൽക്കാൻ പോവുകയാണ്, മദ്യശാലകൾ ആരംഭിക്കുകയാണ്. മദ്യസ്ഥത്തെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞ ഗവൺമെൻറ് ഒരു ദിവസം എത്രയോ ലക്ഷക്കണക്കിന് ലിറ്ററുകൾ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ഫാക്ടറിയാണ് പാലക്കാട് പണി ആരംഭിച്ചിരിക്കുന്നത്. ജനങ്ങൾ മുഴുവൻ എതിർത്തിട്ടും. അപ്പം ലഹരിക്കെതിരെ ആളുകളെ പറ്റിക്കാൻ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പറയുകയും മറുഭാഗത്ത് മദ്യഷാപ്പുകൾ വർദ്ധിക്കുകയും ചെയ്യുകയാണ്. UDF വരുമ്പോൾ 50 ബാറാണുള്ളത്, ഇന്നിപ്പോൾ 800ഓളം ബാറുണ്ട്. ഇനിയിപ്പോൾ KSRTCയിൽ കൊടുക്കാൻ പോവുക. എന്നിട്ട് ഇങ്ങനെ നെളിഞ്ഞു നിന്നിട്ട് എന്താ പറയുക, ഈ ലഹരിക്കെതിരെ അദ്ദേഹം സംസാരിക്കും. ഇതിനെ തിരിച്ചറിയണം. അതിന് ചെറുപ്പക്കാരത് മനസ്സിലാക്കണം. അത് ഇതിൻ്റെയൊക്കെ ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസിൻ്റെ മറ്റൊരു ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ നമ്മളെ നിലമ്പൂർ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇതിൽ ഈ വീഡിയോ കാണുന്ന യുവതലമുറയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താ? അതേപോലെ അടുത്ത വർഷം ഇപ്പോൾ ഇനി 18 വയസ്സ് തികയുന്ന വോട്ടർമാരുണ്ടാവും. അപ്പോൾ ഓരോക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ. ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആര് പറയുന്നതും ഒറ്റയടിക്ക് വിശ്വസിക്കരുത്, വഴിയരുത്. ഇന്ന് കണ്ണിൽ കാണുന്നതും കേൾക്കുന്നതും സത്യമാണ് എന്ന് ഒരിക്കലും കരുതരുത്. അത് ക്രോസ് വെരിഫൈ ചെയ്യണം. ഈ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള നമ്മുടെ സാമൂഹിക പശ്ചാത്തലം, നമ്മുടെ മതേതര സ്വഭാവം, നമ്മുടെ ജാതി മതങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം, ഇതൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് വലിയ ലോബികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കച്ചവട താല്പര്യക്കാരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അതുകൊണ്ട് കാര്യങ്ങൾ എപ്പോഴും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും നമ്മുടെ നാടിൻ്റെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി സ്വയം അനലൈസ് ചെയ്തിട്ട് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ഒരു ചിന്താ അവസ്ഥ ചെറുപ്പക്കാർക്കുണ്ടാവണം. പിന്നെ എനിക്ക് പ്രധാനമായി പറയാനുള്ളത്, ഇന്നത്തെ ഈ ലഹരിക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ സമൂഹം നശിക്കുകയാണ്. നമ്മുടെ ഉമ്മമാരും സഹോദരിമാരുമൊക്കെ വീട്ടിൻ്റെ അകത്ത്, മക്കൾ വീട്ടിലുണ്ടെങ്കിൽ
സമാധാനത്തോട് കിടന്നുറങ്ങിയിരുന്ന ഉമ്മമാരും പെങ്ങന്മാരും ഇന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. മക്കൾ ലഹരിക്ക് അടിമയാണെങ്കിൽ നേരം വെളുക്കുന്നത് വരെ ഏത് സമയത്താണ് ഇവന് റൂം കുത്തി തുറന്ന് മക്കൾ ഉമ്മമാരും പെങ്ങന്മാരും ആക്രമിക്കപ്പെടുക എന്നറിയാത്ത വളരെ നീചമായൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ദയവായി പോകരുത് എന്നതും രാഷ്ട്രീയ നേതൃത്വത്തെ എപ്പോഴും ഒരു നിരീക്ഷണ ബുദ്ധിയോടും സംശയാസ്പദമായ കണ്ണുകളോടും നോക്കിയിട്ട് വെരിഫൈ ചെയ്തിട്ട് ആ കാര്യങ്ങളിൽ അവർ ഒരു തീരുമാനത്തിലെത്താൻ പാടുള്ളൂ എന്നതുമാണ് പറയാനുള്ളത്. ആ പോരാട്ടം നയിച്ചതിൻ്റെ പേരിലാണ് ഞാനിന്നിങ്ങനെ ആയത്. അപ്പോൾ എന്നെ സഹായിക്കേണ്ട ബാധ്യത നിങ്ങളെപ്പോലെയുള്ള എല്ലാ ചെറുപ്പക്കാർക്കും ഉണ്ട്. നിങ്ങളുടെ മക്കളിന് ഇനി നമ്മുടെ മുൻകാലത്ത് നമ്മുടെ വാപ്പക്കാരണവന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അങ്ങനെ നമ്മൾ നോക്കിയാൽ അങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ഇന്നും ജീവിച്ചിരിക്കുന്ന ഞാനും മോനുമൊക്കെ നമ്മളെ കൊച്ചനിയന്മാരും അനിയത്തിമാരും അടുത്ത തലമുറയോടെ വരാനുണ്ട്. അവർക്ക് സമാധാനമായി ജീവിക്കാനുള്ള രാഷ്ട്രീയ സാമൂഹിക സന്തുലനാവസ്ഥ ഇവിടെ നിലനിൽക്കണം. അതും കൂടി കണ്ടിട്ട് വേണം എപ്പോഴും നമ്മുടെ ഒരു ത്യാഗത്തിന്, ഒരു ചെറിയ ത്യാഗത്തിനെങ്കിൽ വലിയ ത്യാഗങ്ങൾ മനുഷ്യർ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ രീതിയിൽ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നാടിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ചെറിയ ത്യാഗങ്ങളെയും ചെയ്യാൻ ഇന്നത്തെ യുവതലമുറ തയ്യാറാവണം. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് നൽകണം. ഞാനല്ല സ്ഥാനാർത്ഥി. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഫാമിലിയും സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അമ്പുക്ക താങ്ക് യു സോ മച്ച്. താങ്ക് യു മോനെ. വിജയാശംസകൾ നേരുന്നു.